യെസ്, അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ മീഡിയ വണ്ടെ പവലിയൻ ഇനോഗ്രേഷൻ ആണ് കഴിഞ്ഞത്. മിനിസ്റ്റർ വി ശിവൻകുട്ടി അല്പസമയം മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്തു. ഇനി അങ്ങോട്ട് കാഴ്ചകളുടെ പൂരമാണ് പൂരനാട് പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസമല്ല, നാളെ രാവിലെ മുതൽ അരങ്ങുണരുകയാണ്. കലയുടെ പൂരപ്പറമ്പാകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഈ തേക്കിൻകാട് മൈതാനി ഒരുപാട് എന്താണ് പറയാ, വലിയ ഉത്സവങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് വേദിയായ ഒരു മണ്ണാണ്. ഇവിടെ കലോത്സവം തന്നെ മുമ്പൊക്കെ പല കുറി നടന്നിട്ടുണ്ട്. പക്ഷെ ഇക്കുറി ഇത് പൊടി പാറി ഒരു പൂരമായിരിക്കും എന്നുള്ളൊരു ഉറപ്പ് സർക്കാരും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും നൽകുകയാണ്. പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തൃശ്ശൂരാർ സംഘാടനത്തെ പറ്റി ഒരു കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സംഘാടനത്തെ പറ്റി തൃശ്ശൂരാരെ പഠിപ്പിക്കേണ്ട കാര്യം പൂരം സംഘടിപ്പിക്കുന്ന ആളുകളാണ്. അതെ, അപ്പൊ ആ പൂരത്തിനേക്കാളും ആവേശമുള്ള മറ്റൊരു പൂരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ എല്ലാത്തിലും ഒരു പൂരത്തിന്റെ ടച്ച് ഉണ്ടാകും. ഈ മത്സരാർത്ഥികൾക്ക് സ്വാഗതം ഓതിക്കൊണ്ട് 64 ആളുകൾ, 64 കലാകാരന്മാർ പങ്കെടുക്കുന്ന കുടമാറ്റം. അതിൽ പാറമേക്കാവിന്റെ പ്രതിനിധികളുണ്ടാകും, അപ്പം തിരുവമ്പാടിയുടെ പ്രതിനിധികളുടെ, അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു പൂര കാഴ്ചകളാണ് ഇനി ഒരുക്കിയിട്ടുള്ളത് എന്ന് കൂടിയാണ്. അങ്ങനെ വരും ദിവസം, അതായത് നാളെ രാവിലെ 10 മണിക്കാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം. അത് മുഖ്യമന്ത്രി ഉണ്ടാകും, അപ്പം മറ്റാളുകൾ ഉണ്ടാകും. ഒരു മധുര വിതരണ ജിൽസി അതിനിടയിൽ കൂടെ നടക്കുന്നു. നമ്മളെ പവലിയൻ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എല്ലാവർക്കും മധുര വിതരണം, എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയതിനനുസരിച്ച് എല്ലാവർക്കും ജെയിംസ് എല്ലാവർക്കും മധുരം. അപ്പൊ ഒരു വലിയ സന്തോഷമുള്ള നിമിഷമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മധുര വിതരണമൊക്കെ നടത്തുന്നു. മിനിസ്റ്റർ നമ്മളോടൊപ്പം വന്നുപോയി. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. നാളെ മുതൽ അതിഥികൾ ഉണ്ടാകും. നാളെ ആക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ അതിഥികളൊക്കെ കൊണ്ടുവരാം. അപ്പൊ ഒരുപാട് അതിഥികൾ എല്ലാ ദിവസവും രാവിലെ ഉണ്ടാകും. നമ്മൾ രാവിലെ മോർണിംഗ് ഷോ ഇവിടെ നിന്ന് അങ്ങ് എടുക്കും. നമ്മൾ തൃശ്ശൂർ അങ്ങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ കലാകൗമാരം നാളെ മുതൽ തൃശ്ശൂർ അങ്ങ് എടുക്കുക. തൃശ്ശൂർ എടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് കാണാം ആ കാഴ്ചകളിലേക്ക് അതിഥികൾ. ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഷോ ഉണ്ടാവും, വൈകുന്നേരം സ്പെഷ്യൽ ഷോ ഉണ്ടാവും. പിന്നെ ഓരോ വേദികളിലും കഴിവ് തെളിയിക്കുന്ന പ്രതിഭകളൊക്കെ ഇതായി മുറ്റത്ത് വെച്ച് പ്രേക്ഷകർക്കായി നമ്മൾ പരിചയപ്പെടുത്തും. ഈ മരത്തെ സാക്ഷി നിർത്തി അല്ലേ, ഹരിതാഘോഷമാക്കി. ഹരിതാഘോഷം, പക്ഷെ കുറച്ച് വെള്ളം നനയ്ക്കണം, ഉണങ്ങിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ആ ആഘോഷങ്ങളിലേക്ക്, അതിന്റെ വർണ്ണാഭമായ കാഴ്ചകളിലേക്ക്, മിഴിവുറ്റ കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ മടങ്ങിയെത്തും അല്ലെ.